പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കെ ആ ഒരു ശ്രമത്തിലിടയ്ക്ക് അതായത് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കെ പല രീതിയിലും ഞാന് പറഞ്ഞിട്ടുള്ളതാണ് വീട്ടിലെന്നെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് വിവാഹം വേണ്ട. എനിക്ക് ഇതൊക്കെ വേണ്ട. നമുക്ക് നമ്മുടേതായ രീതി. പക്ഷെ അവര് പിന്നെ വിവാഹം കഴിക്കുകയൊക്കെ ശരിയാവും ശരിയാവും അങ്ങനെ പോയപ്പോ അവിടെ പ്രശ്നം. പിന്നെ അതിന്റെ ഒരു ശ്രമം. അവിടെ ഒരു ശ്രമം. കാരണം വിവാഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ ശ്രമിച്ചു നോക്കി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാം ഘട്ടമാണ് ഞാൻ കെട്ടിയത്. എനിക്ക് നന്നായിട്ട് അറിയാം. അവള് അവളുടെ ഏട്ടൻ, അവളുടെ അച്ഛൻ, അവളുടെ കുടുംബക്കാർ ഇവരുമായിട്ടൊക്കെ നിരന്തര ചർച്ചകൾ നടത്തി. ഞാൻ മാക്സിമം നോക്കി. എൻ്റെ മാക്സിമം പരിധിയിൽ ഞാനത് നോക്കി. ആ ഒരു ശ്രമം ഞാൻ നടത്തി. അവിടെ പരാജയപ്പെട്ടു. പിന്നെ അത് കേസായി. പിന്നെ കേസല്ല കിട്ടിയത്. കേസിന്റെ ശ്രമം ഞാനത് അങ്ങ് സുപ്രീം കോടതി വരെ കൊണ്ടുപോയിട്ടാണെങ്കിലും ശരി, ഇനി ഇറങ്ങിയ ശ്രമം എന്താണ്? ഡിവോഴ്സിനാണ്. അത് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം. അതാണ് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് വരുന്ന വഴികള് അതിലൂടെ മുന്നോട്ട് പോവുക തന്നെ വേണം. ശ്രമങ്ങൾ നടത്തുക തന്നെ വേണം. ഇപ്പൊ ഹോസ്പിറ്റലിലെ കേസാക്കിയില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നേരിട്ട പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരാള് എന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സുരേഷ് ഡോക്ടർ എന്നെ ഭയങ്കരമായിട്ട് കെട്ടിയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചു. എന്നെയും കെട്ടിയിടുമായിരുന്നു. പക്ഷെ എന്നെ കെട്ടിയിട്ടൊന്നുമില്ല. കാരണം എന്താ? നിന്ന് കൊടുത്തോണ്ട്. പക്ഷെ ആ ഇഞ്ചക്ഷൻ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം തളർത്തിയിട്ടുണ്ട്.